എന്താടാ കല്യാണത്തിന് ചെലവാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക്. അതായത് പടം കണ്ട നാളെ കാണണട്ടോ എല്ലാവരും. ഇതിൽ വലിയ നല്ല കഷ്ടപ്പാടുള്ള പേരാണ്. മാർക്കണ്ഡേയ ശർമ്മ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അതിനുവേണ്ടി ഞാൻ ഒരു 2 വർഷം മുടിയൊക്കെ നീട്ടി വളർത്തി ക്യാരക്ടറിനോട് എത്ര എഫേർട്ട് എടുത്തൊരു സിനിമയാണ്. ഉറപ്പായിട്ട് കണ്ടില്ലേ? ഓ റാംഗ്ലർ കാണുന്നുണ്ടോ? ശരിക്കും ഞാനിവിടെ ഞാൻ എൻ്റെ സജിൻ്റെ ഒരേ ഡ്രസ്സല്ലേ അല്ലേ? ഞാൻ കാറ് കയറിയ സമയത്ത് ഞാൻ ചോദിച്ചു, അളി ഇത് എവിടെ നിന്ന് എടുത്തതാ? പറയാൻ 2 പേർക്കും ഒരു മടി. തായ്ലൻഡിൽ നിന്ന് എടുത്താ 2 പേരും. അപ്പോൾ ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നുണ്ടെങ്കിൽ അവർ തായ്ലൻഡിൽ പോയിട്ടുണ്ട്. ഞാൻ ഭാര്യനൂടെ പോയത് കേട്ടാ. ഓക്കേ. അപ്പോൾ എന്തായാലും പടം ഇന്ന് റിലീസായി. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ്. ഒരു ഭയങ്കര നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിന് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അവൻ്റെ കല്യാണം കഴിഞ്ഞില്ല, അവൻ ഒറ്റയ്ക്ക് പോയത്. അപ്പോൾ എന്തായാലും പടം കാണണം കേട്ടോ, ഉറപ്പായിട്ടും. കാണൂല? അപ്പോൾ കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അതായത് മലയാളത്തിൻ്റെ പൊന്മാൻ ബേസിൽ ജോസഫിൻ്റെ സിനിമയാണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും ഇതും ഹിറ്റായിരിക്കും. ആവട്ടെ. താങ്ക് യു. ബേസിൽ സാർ അവിടെ നിന്നൊരു പാട്ട് പാടുമെന്നൊക്കെ ചോദിക്കുന്നു. ഒരു പാട്ട്. ഇല്ല, ഞാൻ ശങ്ക ട്രൈബും വെൻ ചായ്മട്ടോസ്റ്റ് ഇവിടെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്ന് പാട്ട് പാടുന്നത് ശരിയല്ല. അവരോട് ചെയ്യുന്ന നീതികേടായിരിക്കും. ഞാൻ പാട്ട് പാടില്ല, ഒരിക്കലും ഞാൻ പാടില്ല. നിങ്ങൾ ഇവിടെ വന്നിട്ട് പുതിയ പാടണമെങ്കിൽ രാജുവേട്ടൻ വേണം, ഇല്ലാതെ ഞാൻ പാടില്ല. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, അതാ ഞാൻ മൈക്ക് വാങ്ങിച്ച് പാടാനല്ല. ആക്ച്വലി ഇതൊരു റിയൽ സ്റ്റോറിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ PP അജേഷ് എന്ന് പറയുന്ന ഞാൻ ചെയ്ത ക്യാരക്ടർ ആക്ച്വലി ഇതുവരെ ഞങ്ങൾക്ക് കാണാൻ കിട്ടിയിട്ടില്ല. ഈ PP അജേഷ് എന്ന് പറയുന്ന ആൾ നിങ്ങളുടെ കൂട്ടത്തിലോ ഈ ഓൺലൈനിൽ കാണുന്ന എവിടെയെങ്കിലുമൊക്കെ ഈ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ റിയൽ ലൈഫിലെ ക്യാരക്ടർ ഉണ്ടെങ്കിൽ പ്ലീസ് ഞങ്ങളുമായിട്ടൊന്ന് ബന്ധപ്പെടുക. ഞങ്ങൾക്കൊന്ന് കാണാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും അറിയിക്കുക. ഞാൻ വിശ്വസിക്കില്ല. ഇല്ല പ്ലീസ്, ഇല്ല ഈ പ്രായമല്ല. PP അജേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 45 വയസ്സെങ്കിലും ഉണ്ടാവും ഇപ്പോൾ പ്രായം. അപ്പോൾ PP അജേഷ് അല്ല എന്ന് പറയുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ കൂട്ടത്തിൽ എന്തായാലും ഇല്ല. അപ്പോൾ PP അജേഷ് എവിടെയെങ്കിലും ഇരുന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക, ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. പാട്ട് പാടില്ല, അത് ശങ്ക ട്രൈബിനോടും വെൻ ചായ്മട്ടോസിനോടും ചെയ്യുന്ന നീതികേടായിരിക്കും. ഞാൻ പാടില്ല. താങ്ക് യു. അമ്പാന്റെ ഡയലോഗ് കേൾക്കണമെന്ന്. അമ്പാനെ ഏത് ഡയലോഗ് കേൾക്കണ്ട്? തങ്കൻ ചേട്ടൻ്റെയോ? എന്താണ്? ശ്രദ്ധിക്കണ്ണ. എടാ പറടാ, ആരെങ്കിലും ഒന്ന് പറടാ, എന്താ പറയണ്ടേന്ന്. ഇങ്ങനെ പറയാം. പൊത്തപ്പയ്ക്കും ഞാൻ ജ്യൂസ്. അപ്പോ ഡയലോഗ് മറന്നുവേടാ. ഏത് കാറാ? അണ്ണൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിൻ്റെ ജ്യൂസ് ഇടയിലായിരുന്നു പാർട്ട് ടൈമായിട്ട് ജോലിക്കുന്നത്. അങ്ങനെ അണ്ണൻ അവിടുന്ന് ജ്യൂസ് അടിയോടടി. താങ്ക് യു. നിങ്ങളെല്ലാവരും കൂടെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒരു ഡാൻസ് കളിക്കൂ. എന്താണ് ഇവിടെ ശങ്കാമെട്രയും പോന്ന് വിളിക്ക് വരാൻ പറ. പോന്ന് ഒളിച്ചൊളിച്ച് പോന്ന് വിളിക്ക്.